ഇത് നമ്മളുടെ വൈറ്റ് ഡ്രാഗണാണ്. നിറച്ച് കായ്കൾ പൂത്ത് കാര്യങ്ങളായതാ. ഇത് പറമ്പിലായതുകൊണ്ട് നമ്മൾ പരാഗണം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. കാലത്തൊന്നും ഇതിനു വേണ്ടി ഓടി ഇങ്ങോട്ട് വന്നില്ല. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് റെഡിൻ്റെ അത്രയും ടേസ്റ്റും ഇല്ല. അപ്പോൾ അതൊക്കെ ഞാൻ പരാഗണം ചെയ്തു കൊടുത്തതാണ്. അത് കാരണം അത് കറക്റ്റ് പിടിച്ച് കിട്ടി, നല്ല വലിപ്പത്തിലും കായ വന്നുണ്ട്. ഇത് എല്ലാവരെയും അറിവിലേക്കായിട്ട് നമ്മൾ ഡ്രാഗണ് വൈകിട്ട് ഒരു 7 മണി 8 മണി ആകുമ്പോഴേക്കും ഡ്രാഗൻ്റെ പൂ വിരിയും. നമ്മൾ പരാഗണം നടത്തി കൊടുക്കണം. ഇപ്പോൾ ഇത് മഴ സമയവും ആയതുകൊണ്ട് വേനൽക്കാലത്താണെങ്കിൽ മഴ കാര്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുമ്മേ തേനീച്ച വന്ന് പരാഗണം നടക്കും. ഇത് നൈറ്റിൽ വിരിയുന്നത് കൊണ്ട് വിരിയണതിൻ്റെ പിന്നാലെ തന്നെ വലിയ മഴ പെയ്താൽ ഇതിൻ്റെ പൂമ്പൊടിയെല്ലാം പോവും. അങ്ങനെ പോയി കഴിയുമ്പോൾ പരാഗണം നടക്കാത്ത പൂക്കളാണിത്. ഇതെല്ലാം കണ്ട, ഇതൊക്കെ മഞ്ഞച്ച് 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് പോവും. നല്ലതാണെങ്കിൽ ഇങ്ങനെ മഞ്ഞച്ച് നിൽക്കില്ല, അതുപോലെ പച്ച കളറിലേക്ക് വരും. ഇത് കൊഴിഞ്ഞു പോകാനുള്ള ഇത് ഇപ്പം എന്തോ പരാഗണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വലിയ പ്രോബ്ലം ഇല്ല, ഇത് പിടിക്കുമായിരിക്കും. ഇതൊക്കെ പരാഗണം നടക്കാത്ത കൊഴിഞ്ഞു പോണതാണ്. വേണ്ട, ഇതിപ്പോൾ ഈ പൂക്കളെല്ലാം പോവും. അപ്പോൾ നിങ്ങൾ ഡ്രാഗൺ വീട്ടിലുള്ളവർ വൈകിട്ട് വീട്ടിലും കാര്യങ്ങളും വീടിനോട് ചേർന്നൊക്കെ അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ വൈകിട്ട് നമ്മൾ ഒരു 8 മണി രാത്രി ആകുമ്പോഴേക്കും പരാഗണം നടത്തി കൊടുത്താൽ നമുക്ക് നല്ല വലിപ്പത്തിലുള്ള കായയും ഒറ്റ കായയും കൊഴിഞ്ഞു പോകാതെ നമുക്ക് പിടിച്ച് കിട്ടും. പിന്നെ ഓവർ മഴയും കാര്യങ്ങളും വരാണെങ്കിൽ നമുക്കത് പൂ വിരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ തന്നെ പരാഗണം നടത്തിയിട്ടായാലും നമ്മൾ ഒരു കവറിട്ട് കൊടുത്താൽ മഴവെള്ളം വീണ് പൂമ്പൊടി പോവില്ല. അപ്പോൾ ആ പരാഗണം കറക്റ്റായിട്ട് നടക്കും. ഇത് മഴ പെയ്യാത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരാഗണം നടത്തണമെന്നില്ലേ. മഴയില്ലെങ്കിൽ തന്നെത്താൻ പരാഗണം തേനീച്ചയിലൂടെ പരാഗണം നടന്ന് നമുക്ക് കായ പിടിച്ച് കിട്ടും. ഇതിലും വലിപ്പം കിട്ടും. ഇത് കറക്റ്റ് പരാഗണം നടന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇത്തിരി വലിപ്പം കുറവ്. ഡ്രാഗൺ ഫ്രൂട്ടിന് നമ്മൾ അടിവളമായിട്ട് ചാണകം, അതേപോലെ തന്നെ കമ്പോസ്റ്റ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്പ്രേ കൊടുക്കാറുണ്ട്. അത് ബ്ലൂമിൻ ഹൈഡ്രോക്കിംഗ് സ്പ്രെഡോള കോമ്പിനേഷനാണ്. അത് എല്ലാത്തരം പഴവർഗ്ഗ ചെടികൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിനും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും പർച്ചേസ് ചെയ്യാനും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ പറമ്പിലെ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ, പിങ്ക് കളറിലെ പുറം ഭാഗവും ഉൾഭാഗത്ത് വെള്ള കളറിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെ കുരുവാണ് കേട്ടോ കറുത്ത കളറിൽ കാണുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ ധാരാളം നാരുകളുണ്ട്, അത് ദഹനത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതാണ്. ഡയബറ്റിക് ഉള്ളവർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ, പ്രത്യേകിച്ച് ഈ ഒരു വൈറ്റ് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ omega-3 omega-9 ഫാറ്റി ആസിഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തിന് ഭയങ്കര നല്ലതാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് അതെന്തായാലും നന്നായി. വെള്ളയേക്കാളും ഇവിടെ കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ഒരു പിങ്ക് കളറാണ്. അപ്പോൾ അതിന് നമ്മൾ പരമാവധി കറക്റ്റായിട്ട് തന്നെ പോളിനേഷനൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും പിടിച്ച് കിട്ടും. പിന്നെ നല്ല മഴയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകാറുമുണ്ട്. അങ്ങനെ ചില സമയങ്ങളിൽ 5 പൂക്കൾ ഒന്നിച്ച് കൊഴിഞ്ഞു പോയ അവസരങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്